2025 ഗജകേസരി യോഗത്താൽ വാഴുവാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട്. അവരിൽ എടുത്തു പറയേണ്ട 3 നക്ഷത്രജാതകർ പുണർദവും പൂയവും ആയില്യവുമാണ്. പുണർദത്തിൻ്റെയും പൂയത്തിൻ്റെയും ആയില്യത്തിൻ്റെയും 2025 ഫലം പരിശോധിച്ചാൽ രാജയോഗത്തിലെത്തും എന്നുറപ്പുള്ള കാര്യമാണ്. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും എന്തൊക്കെ ഫലങ്ങളാണ് 2025 ലഭ്യമാകുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. ചുവന്ന താമരപ്പൂവ് ദേവീക്ഷേത്രത്തിൽ സമർപ്പിച്ച് പുണർദം നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക തന്നെ വേണം. ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകലും. കർമ്മരംഗത്ത് അഭിവൃദ്ധി വന്നു ചേരും. ആത്മബലം വർദ്ധിക്കും. ആയുർവർദ്ധന ഉണ്ടാകും. രോഗാദി ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന പുണർദം നക്ഷത്ര ജാതകർക്ക് വരുന്ന നാളുകൾ ഒരുപാട് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും തന്നെയായിരിക്കും. രാജയോഗമാണ് ഈ നക്ഷത്ര ജാതകർക്ക് 2025 സംഭവിക്കാൻ പോകുന്നത്. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ പുണർദം നക്ഷത്ര ജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവർ മിഥുനക്കൂറുകാരും അവസാനത്തെ പാദത്തിൽ ജനിച്ചവർ കർക്കിടകക്കൂറുകാരുമാണ്. ഏത് കൂറിൽ ജനിച്ചവരായാലും പുണർദം നക്ഷത്ര ജാതകർക്ക് ഇക്കൊല്ലം ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം തന്നെയാണ്. അതായത് രാജയോഗത്തിൽ ഗജകേസരി യോഗത്തിൽ പുണർദം നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ത് കാര്യവും സാധിക്കും. തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ശരീരസുഖം കുറയും. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ജോലി രംഗത്ത് കൂടുതൽ നേട്ടമുണ്ടാക്കുവാൻ ഇവർക്ക് സാധ്യമാകും. ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന പുണർദം നക്ഷത്ര ജാതകർക്ക് അതൊക്കെ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വിദേശ രാജ്യത്ത് പോകുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ലോട്ടറി ഭാഗ്യം ഇവരുടെ കൂടെ ഉണ്ടാകും. സാമ്പത്തിക കാര്യത്തിലുള്ള നിയന്ത്രണം, കൂടുതൽ ശ്രദ്ധ, ഇതൊക്കെ ആവശ്യമുള്ള സമയം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ പോകുന്ന പുണർദം നക്ഷത്ര ജാതകർക്ക് ആശ്വാസിക്കാൻ നൽകുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. രോഗാദി ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. പുണർദം നക്ഷത്ര ജാതകർക്ക് ഇവരുടെ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. ബിസിനസ്സൊക്കെ വലിയ നിലയിൽ എത്തിച്ചേരും. എല്ലാ രീതിയിലും നേട്ടമാണ് പുണർദം നക്ഷത്ര ജാതകർക്ക് 2025 സംഭവിക്കുന്നത്. ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ലോട്ടറി ഭാഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. കാലങ്ങളായി ലോട്ടറി എടുക്കുന്ന പുണർദം നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറിയിലൂടെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. അടുത്ത നക്ഷത്ര ജാതകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പൂയം നക്ഷത്ര ജാതകർ. പൂയം നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പൂയം നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ വർഷം ആദ്യം തന്നെ അവർക്കൊരു നല്ല കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗം, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാനുള്ള യോഗം, അല്ലെങ്കിൽ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുവിൽ ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹപ്രായമെത്തിയൊക്കെ നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയമാണ്. പൂയത്തിന് ഈ വർഷം ഏറ്റവും അനുകൂലമായ സമയമാണ് 2025. അവരുടെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും. കണ്ണന് കദളിപ്പഴം എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച പൂയം നക്ഷത്ര ജാതകർ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതായി കാണുവാൻ സാധിക്കും. ശത്രുദോഷം, ആഭിചാരദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. കർമ്മരംഗത്തുള്ള എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും അവസാനിക്കും. കർമ്മരംഗം വിജയത്തിലെത്തും.
ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ലോട്ടറി ഭാഗ്യവുമുണ്ട്. ജോലി തേടുന്നവർക്ക് സ്ഥിരമായ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ദർശനം നടത്തണം. അത് ഇവരുടെ ദോഷങ്ങളൊക്കെ അകറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. ഭാഗ്യമാണ്, നേട്ടത്തിലേക്കാണ് പൂയം നക്ഷത്ര ജാതകർ എത്തുന്നത്. സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ പൂയം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഇരട്ട രാജയോഗമാണ് ഇനി ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർ കർക്കിടകക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരാണ്. ഈ നാളുകാർ ഇക്കൊല്ലം 2025 ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കും. ഒരു പുതിയ ജോലിയൊക്കെ തേടുന്ന ഇവർക്ക് ജോലിയൊക്കെ ലഭിക്കും. ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് നാഗരാജ ക്ഷേത്രങ്ങൾ. നാഗരാജാവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ ഗണപതി ക്ഷേത്രത്തിൽ പോകണം. ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തുക. നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ കൂടി നടത്തുക. ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്നു ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി വർദ്ധിക്കുന്ന സമയമാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. രോഗഭീതി ഉള്ളവർക്കൊക്കെ ആ രോഗഭീതിയൊക്കെ മാറിക്കിട്ടും. രോഗങ്ങളൊക്കെ മാറിക്കിട്ടും. 2025 രക്ഷപ്പെടുന്ന, ഏറ്റവും വലിയ രീതിയിൽ രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ എടുത്തു പറയേണ്ട നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. രാജയോഗമായിരിക്കും. ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ധാരാളം സമ്പത്ത് ഇവർക്ക് വന്നു ചേരും. ആഗ്രഹിച്ചതോ കൊതിച്ചതോ ആയ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. പ്രണയം സഫലമാകും. ഇങ്ങനെ പല കാര്യത്തിലും ഇവർക്ക് വലിയ ഉയർച്ചയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം. ശിവഭഗവാന് കൂവളമാല സമർപ്പിക്കണം. മഹാമൃത്യുഞ്ജയ ഹോമം നടത്തണം. ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒന്നും വരരുതേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. മറ്റ് മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. രോഗവിമുക്തിയാണ്. നിങ്ങൾക്ക് എല്ലാ രീതിയിലും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇരട്ട രാജയോഗം എന്ന് തന്നെ നമുക്കിതിനെ പറയാം. തീർച്ചയായും ഇവർ രക്ഷപ്പെടേണ്ടവരാണ്. ഇനി വരുന്ന നാളുകളിൽ ഇവരാവും ഏറ്റവും വലിയ ഉയർച്ചയിലെത്തുക. 2025 തുടക്കത്തിൽ തന്നെ ഏറ്റവും അധികം ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അത്രയധികം ഭാഗ്യവും അത്രയധികം നേട്ടവുമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ലോട്ടറി ഭാഗ്യമുണ്ട്. ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട്. വസ്തുവകകൾ വീണ്ടും വീണ്ടും വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട്. പണം പല വഴിയിലൂടെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.